ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇതെൻ്റെ വയറ്റുപൊങ്കാലയുടെ ചടങ്ങാണ്. അത് കേരള സ്റ്റൈലിൽ നമ്മൾ ഫസ്റ്റ് പൊങ്കാല ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വളകാപ്പിൻ്റെ തമിഴ്നാടിൻ്റെ റിച്വൽ അനുസരിച്ച് അവിടുത്തെ ചടങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ വെളുപ്പാങ്കാലത്ത് നമ്മൾ രണ്ടുപേരും സൂര്യനെ നോക്കി തൊഴുത് എന്നിട്ട് നമ്മൾ സാധാരണ രീതിയിലുള്ള പൊങ്കാല എല്ലാം ഇട്ട്, ഇതെൻ്റെ അമ്മയമ്മയാണ്, അത്തയാണ് ഹെൽപ്പെല്ലാം ചെയ്തത് നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരിക്ക് അറിയത്തില്ലല്ലോ ഇത് എങ്ങനെയൊക്കെ നമ്മുടെ ആചാരങ്ങളെന്ന്. അപ്പോൾ അമ്മയും അത്തയും കൂടെ എല്ലാം ഓർഗനൈസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നമ്മൾ പൊങ്കാലെല്ലാം ഇട്ട് തീർന്ന് ഇന്നെന്ന് പറയും. അപ്പം ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോനാണ് ധീരകൃഷ്ണ, പിന്നെ ആർച്ചയുടെ മോള് സന, അവരെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൂജിച്ച്, അവിടുത്തെ രീതി അനുസരിച്ചാണ് പൂജിച്ചത്. പൂക്കൾ പിന്നെ തുളസിലെല്ലാം പൂജിച്ച്, അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊഴുത് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച്, അമ്മായി പിന്നെ അതായത് അത്തയും മാമനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരാണ് ബാക്കി എല്ലാ ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നത്. പിന്നെ അമ്മ എല്ലാം പറഞ്ഞു തന്ന്. അത് കഴിഞ്ഞിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ബാലേട്ടനൊന്നും അറിയില്ലായിരുന്നു, പുള്ളിക്കാരൻ്റെ വലിയ ഐഡിയ ഒന്നുമില്ല ഇതിനെക്കുറിച്ച്. പക്ഷേ നമ്മൾ എല്ലാം അതിൻ്റെ അനുസരിച്ച് പറഞ്ഞു കൊടുത്ത്, എല്ലാം അതേപോലെ തന്നെ ചെയ്ത് പാവം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് നമ്മുടെ സീമന്തത്തിൻ്റെ ചടങ്ങിനുള്ള സാധനങ്ങൾ. അവിടുന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിടെ വീട്ടിൽ വരുന്നവർക്ക് ഒരു പാത്രം, പിന്നെ അതിനകത്ത് വെറ്റില, ചീപ്പ്, കുപ്പിവള, ഇങ്ങനെ ഫ്രൂട്ട്സ്, പിന്നെ നമ്മൾ പലഹാരങ്ങൾ അതൊക്കെ കൊടുത്തു വിടും. കൊടുത്ത് അവിടുന്ന് തന്നെ നമ്മൾ വീട്ടിലേക്ക് കൊടുത്തു വിടും. ആയിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക് വളകാപ്പിൻ്റെ. എങ്ങനെയുണ്ട് ഗൈസ്? കമൻറ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് 32 പല്ല് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കുമായിരുന്നു. എൻ്റെ ശരി അങ്ങനെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് റിലേറ്റീവ്സൊക്കെ വന്ന്, പിന്നെ നാട്ടുകാർ, അവിടുത്തെ എല്ലാ അയലത്തുകാർ, കല്യാണം പോലെ തന്നെ നാട്ടുകാർ എല്ലാവരും, ബന്ധുക്കൾ, കുട്ടികൾ ഒക്കെ വന്ന്. അത് കഴിഞ്ഞിട്ട് ഇതെൻ്റെ അമ്മായിപ്പനും അമ്മായിമ്മയാണ്. അപ്പോൾ അത്തയും മാമനും വന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാല ഇട്ട് തരും. അത് കഴിഞ്ഞിട്ട് ബാക്കി ചടങ്ങുകളൊക്കെ. എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ അടുത്ത വീട്ടുകാരുടെ പോലും കണ്ടിട്ടില്ല. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് പിന്നെ തായ്വാനിൽ പോയി, പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് പ്രഗ്നൻ്റ് ആയി. പിന്നെ എനിക്കതിനുള്ള അവസരമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അത്ത വന്നിട്ട് ഒരു കമ്പിയുടെ സംഭവം പോലൊരു സിൽവറിൻ്റെ ഒരു സംഭവം വള ഇട്ട് തരും. അതിന് ചന്ദനം തേക്കും, അതിനകത്ത് പിന്നെ കുങ്കുമം തേക്കും. എന്നിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും ഒരേപോലെ തന്നെ ചെയ്യും. ബാലേട്ടന് വളയെടുത്തില്ല, അങ്ങനെയുള്ളൂ. പിന്നെ ഈ വേപ്പിൻ്റെ നാര് വെച്ചിട്ട് ഒരു വള ഇട്ട് തരും. അത് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറയാം അവർ. അത് കഴിഞ്ഞിട്ട് പിന്നെ അരി തലയിൽ കൂടി ഇട്ടിട്ട് പിന്നെ അരക്കവെള്ളം ഒഴിയും. ഇത് എൻ്റെ അമ്മയാണ്. അമ്മയ്ക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അണ്ണി, എൻ്റെ രണ്ടാമത്തെ അണ്ണിയാണത്. അണ്ണി അവിടെ നിന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒന്നും അറിയാത്തതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് 2 വള വീതം ഇടണം. അപ്പോൾ വളയെന്ന് വെച്ചാൽ പൊട്ടാൻ പാടില്ല നമ്മൾ ഇടുമ്പോൾ, അത് അപശകുനമായിട്ട് അവർ കാണുന്നത്. അപ്പോൾ സൂക്ഷിച്ചാണ് ഓരോരുത്തരും വളയിടുമ്പോൾ ഞാൻ അത് തന്നെ ഇട്ടോളാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ അണ്ണി എല്ലാ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്കും അറിയത്തില്ല ഇത് എന്താ ചെയ്യണമെന്ന്. അപ്പം അത്ത വന്നിട്ട് പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാ വീട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് വന്നവരെല്ലാവരും വന്നിട്ട് നമുക്ക് അനുഗ്രഹമൊക്കെ തന്നു. ഇതേണക്ക് വളയൊക്കെ ഇട്ട്. ഇതെൻ്റെ ചേച്ചിയാണ്. ചേച്ചി ഇത് ആർച്ച. ഞാൻ അപ്പോൾ അവളോട് പറയുമായിരുന്നു ഇങ്ങനെ അനിയത്തിമാരിടാൻ പാടില്ലെന്നോ എന്തോ പറയുന്നുണ്ടായിരുന്നു. പിള്ളേരായിരുന്നു അവിടെ തകർത്തത്. എല്ലാവരും ഭയങ്കര സന്തോഷം. നല്ല രീതിയിലുള്ളൊരു ചടങ്ങായിരുന്നു. എനിക്കിതൊക്കെ ഭയങ്കര പുതുമയായിട്ടാണ് തോന്നിയത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കൾച്ചർ ഇല്ലാത്തതുകൊണ്ട് ഓരോന്ന് കാണുമ്പോഴും ഞാൻ ആകാംക്ഷയോടെ നോക്കിയിരിക്കുമായിരുന്നു എന്താണ് അടുത്ത സംഭവിക്കാൻ പോകുന്നത്. അവർക്ക് ആദ്യമേ ഫുഡെല്ലാം കൊടുത്തോണ്ട് കുഴപ്പമില്ലായിരുന്നു. അവിടുത്തെ റിച്വൽ അനുസരിച്ച് ഇങ്ങനെ പൊങ്കൽ അതൊക്കെയാണ്. അപ്പോൾ അത് നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. പക്ഷേ ഞങ്ങൾ ദൂരെ ആയതുകൊണ്ട് അത് തന്നെ ബാലേട്ടൻ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ സാധാരണ കാപ്പി, പിന്നെ ഇത് ഇങ്ങനെ പഴം കൊടുത്ത് പോകണം. അവിടുത്തെ ഒരു റിച്വലാണിത്. കുട്ടികൾക്ക് തോർത്ത് കെട്ടിട്ട് മുഴുവൻ പഴമാണ് കേട്ടോ. ആ പഴം ഇങ്ങനെ പോകുന്ന വഴിക്ക് തിരിഞ്ഞ് നോക്കാതെ എല്ലാവർക്കും കൊടുത്ത് പോകണം. കൊടുത്തു പോകുമ്പോഴത്തേക്ക് എന്നുവെച്ചാൽ ബ്ലെസ്സിങ് കിട്ടും. പിന്നെ പെൺകുഞ്ഞ് ആൺകുഞ്ഞ് അതിൻ്റെയൊക്കെ ഒരു കൺസെപ്റ്റാണത്. അത് ഇങ്ങനെ പോയിട്ട് നമ്മൾ ആ പൂജാമുറിയിൽ പോയിട്ട് ലാസ്റ്റിൽ വെക്കണം. പൂജാമുറിയിൽ ഇത് പഴവും ബാക്കി കിട്ടിയ പൈസ, ആ തട്ടം മുഴുവൻ ഇരിക്കുന്ന പൈസയാണ് കേട്ടോ. അവിടെ വരുന്നവർ നമ്മളിങ്ങനെ അനുഗ്രഹിക്കുന്ന ഒരു പൈസയൊക്കെ കൊടുത്തിട്ട് പോകും. നമ്മളിപ്പം കല്യാണത്തിന് കൊടുക്കത്തില്ല, അതേപോലെയാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ പോകുന്ന വഴിക്ക് കുട്ടികൾക്കെല്ലാം പഴം കൊടുത്ത് പോയിട്ട് അവിടെ ചെന്നിട്ട് പൂജാമുറിയിൽ കൊണ്ടുപോയി അതവിടെ വെക്കണം. എന്നിട്ട് അത്ത വന്നിട്ട് നമ്മളെ ആർത്തിയൊക്കെ എടുത്ത്
ഭഗവാനെ കുമ്പിട്ടിട്ട് നമ്മൾക്ക് അനുഗ്രഹം തന്നിട്ട്. നമ്മുടെ അണ്ണിയും ചേട്ടൻ്റെ ഭാര്യയും രണ്ടുപേരും വിളക്കെടുത്തുകൊണ്ട് ആദ്യമേ മുന്നേ പോകണം, അങ്ങനെ ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ് ഇനി എന്താ ചെയ്യേണ്ടത് അറിയത്തില്ല. എനിക്ക് ഫുൾ കൺഫ്യൂഷനായിരുന്നു ആ സമയത്ത്. പിന്നെ അവരെല്ലാവരും പറയുന്ന കേട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതാണ്. Smile, please. എൻ്റെ ചിരിയെക്കുറിച്ച് പെരിയാണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ചിരിക്കാൻ പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഫോട്ടോയ്ക്കെന്നല്ല ഫുൾ പല്ലും എടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫുൾ ടൈം സ്മൈലിംഗ് ആണ്, അങ്ങനെ പറയുമായിരുന്നു. പിന്നെ ഫംഗ്ഷനെല്ലാം നന്നായിട്ട് കഴിഞ്ഞ് ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ഡെലിവറിക്കായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല രീതിയിൽ ചടങ്ങെല്ലാം കഴിഞ്ഞ് എനിക്കിത് വളരെ പുതുമയായിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. പക്ഷേ എല്ലാം നന്നായിട്ട് പോയി, അത് മാത്രമുള്ള സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വരെ കണ്ടതിന് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു, ബൈ, ടേക്ക് കെയർ.